കോൺഗ്രസ് ഇപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോവാണ്. വിവിപാറ്റ് എണ്ണണം കാരണം അട്ടിമറി നടന്നിട്ടുണ്ട് ജില്ലയിൽ 6ഓളം മണ്ഡലങ്ങൾ. JVT ഇസ്ലാമിലെ സ്ട്രോങ് റൂം വിഭാഗത്തിന് പിന്നാലെ ഇവർ ആരോപിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് CPM-ന്റെ നിലപാട്? CPM-ന് അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനോ അതിൽ എന്തെങ്കിലും പെശകുകളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം വളരെ സുതാര്യമായി ഓരോ സ്ഥലങ്ങളിലുമുള്ള ഓരോ ഘട്ടങ്ങളിലും ബൂത്ത് ഏജന്റുമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം പരിശോധിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം തന്നെ ഇവരൊരു വിവാദം കൊണ്ടുവന്ന് സ്ട്രോങ് റൂം അടച്ചു കഴിഞ്ഞ് പിന്നെ തുറക്കുന്നത് വോട്ട് എണ്ണുമ്പോഴാണ്. അങ്ങനെ തുറക്കപ്പെടുമോ? നാട്ടിലാകെ അങ്ങനെ ഒരു വിവാദം അവരുണ്ടാക്കിയില്ലേ. എന്ന് മാത്രമല്ല, ഈ ഇവരുടെ മെറ്റീരിയൽ റൂം തുറക്കുന്ന വിവരം പോലും അറിയിച്ചിട്ട് സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ ഭർത്താവും അവരുടെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്നത്. അത് കള്ളി വെളിച്ചത്തായില്ലേ കംപ്ലീറ്റ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, തോൽവി വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞപ്പം ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ച പോലെ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇനിയും അവരുടെ തെരഞ്ഞെടുപ്പിന് ആവശ്യമായിട്ടുള്ള പണം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുമെന്ന് പറയുകയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. ഇപ്പം 3-4 ദിവസമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ പുതിയ വിവാദങ്ങൾ കൊണ്ടുവരികയാണ്. തോൽവിക്ക് കാരണം പറയാൻ പുതിയ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റു കാര്യങ്ങളിൽ വ്യക്തമായൊരു കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഏറ്റവും ആദ്യമായി ക്രിയാത്മകമായി വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കാറ് LDF. അത് നിങ്ങളെല്ലാം സമ്മതിക്കും. LDF അത് ചൂണ്ടിക്കാണിച്ചിരിക്കും. ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അനാവശ്യമാണ് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നീട് കൗണ്ടിങ്ങിനെയും അതുപോലെ മറ്റ് നടപടികളെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ്. സാധാരണ ഇത്തരത്തിലുള്ളൊക്കെ വിഷയങ്ങളിൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് സീൽ ചെയ്തൊക്കെ അവിടെ ഒന്നും വേറൊരു വിവാദവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഏജന്റുമാരെല്ലാം ഒരേപോലെ. കാരണം അത്തരത്തിലുള്ള മറ്റൊരു തിരിമറിയും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ളൊരു കാര്യങ്ങളും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ നടക്കാറില്ല. ഇപ്പോഴുള്ള UDF-ന്റെ കാര്യങ്ങൾ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് അതിന് കാരണം പറയാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് സംബന്ധിച്ച്. സ്ട്രോങ് റൂമിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ട്രോങ് റൂം ഇങ്ങനെ എണ്ണുന്ന ഒരു സിസ്റ്റം വന്ന കാലം മുതൽ സ്ട്രോങ് റൂമിന് കാവലുണ്ടാവും. UDF സാധാരണ കാവൽ നിൽക്കാനില്ല. UDF-കാർ ഏൽപ്പിക്കുന്ന ആൾ വേറെ കൂട്ടം പോലെ ഞങ്ങളവിടെ സ്ഥിരമായിട്ടുണ്ടാവും കൃത്യമായിട്ട്. UDF ഉണ്ട്. UDF ഇപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകമായിട്ട് എന്തോ ഒരു കാരണങ്ങൾ കാണുന്നത്, ജനങ്ങൾ എഴുതിയ വിധിയെ സംബന്ധിച്ച് അവർക്ക് വലിയ ഭീതിയുണ്ട്. അവർ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാതെ. അതുതന്നെയാണ് ഇപ്പം ഈ രീതിയിലെല്ലാം പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ DCCയുടെ പ്രസിഡന്റ് കൊയിലാണ്ടിയുടെ UDF സ്ഥാനാർത്ഥി അന്ന് സ്ട്രോങ് റൂം വിവാദത്ത് പറഞ്ഞെന്താ, ഇവിടെ കേരളത്തിലെ പോലീസ് ഒരൊറ്റ ആൾ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാണ്, കേന്ദ്ര പോലീസ് വരണം എന്നാണ്. അപ്പോൾ കേന്ദ്ര പോലീസിനോട് എന്തൊരു വിശ്വാസം അവർക്ക്, കേന്ദ്ര ഭരണകക്ഷിയോട് എന്ത് വിശ്വാസമാണ്? അത് നിങ്ങളൊക്കെ കേൾക്കുകയും നിങ്ങളെല്ലാം ജനങ്ങൾ മുഴുവൻ കേൾപ്പിക്കുകയും ചെയ്തതാണല്ലോ. അദ്ദേഹം പറഞ്ഞതാ